അപ്പോൾ ഞാൻ തിരുവല്ലയിലുള്ള തന്നെ ടോണി ആൻഡ് ഗൈയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടി മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നേരെ മുകളിലാണ് ഞങ്ങളുടെ ഹോട്ടൽ. അപ്പോൾ എൻ്റെ ഹെയർ സെറ്റിങ് കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത ഭാഗങ്ങൾ കാണാൻ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതാണ് അടിപൊളിയായിട്ട് കേൾ ചെയ്തിട്ടുണ്ട്. मैं ऑलरेडी बोल दिया. ये तो तिरुवल्ला टोनी एंड गई है. किधर टाउन में है ना. ക്ലബ് 7 മോളിലാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലബ് 7 എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നിൽക്കുന്നത്, 4th ഫ്ലോറിൽ. അപ്പോൾ അവിടുന്ന് ഏറ്റവും താഴെ ടോണി ആൻഡ് ഗൈ ഉണ്ട്. നല്ല അടിപൊളി കേട്ടോ. നമ്മുടെ ചേട്ടന്മാർ നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതാ. അപ്പോൾ ഇനി നമുക്ക് പോവാം. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 8 ഞങ്ങൾ സിജോയുടെ എൻഗേജ്മെൻറ്റിന് പോവാണ്. സിജോ ലീനു എൻഗേജ്മെൻറ്റിന്. അപ്പോൾ നിങ്ങളിപ്പോൾ മുന്നേ കണ്ടത് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യണതാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടു, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അപ്പുറത്ത് ജാസ്മിനും ഗബ്രിയും ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം ഒരുമിച്ച് ഇറങ്ങും. 12:30ക്കാണ് ഫംഗ്ഷൻ. ഞങ്ങളിപ്പോൾ 12 ആവാനായി. 10 മിനിറ്റ് ഉള്ളു വിടുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 10 കഴിഞ്ഞാൽ ഇറങ്ങും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പോസ്റ്റ് ആയിരിക്കണോ? ഇവിടെ നമ്മൾ രാജ്യത്ത് വരില്ല. പിന്നെ നടക്കണല്ലേ? അതൊന്ന് മാറ്റുമോ? കഴിഞ്ഞോ? നമ്മള് ഹലോ അപ്പോൾ ഞാനിത് ഡ്രസ്സ് പെരിന്തൽമണ്ണയിൽ നിന്ന് വാങ്ങിയതായിരുന്നു, സരാര. പിന്നെ ഇത് നമ്മുടെ കിയോര ബ്രൈഡൽ ജ്വല്ലറി കോട്ടയ്ക്കൽ. പിന്നെ മേക്കപ്പ് ബൈ മീ. അപ്പോൾ നമ്മള് സെറ്റ് ആയിട്ടുണ്ട്. ജാസ്മിനും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ മാച്ചിങ് ആണ്. അതെ, എന്താ ചെയ്യാ ഞാൻ ഇങ്ങനെ സ്നേഹം എന്താ ഡ്രസ് എടുക്കണം എനിക്ക് നടക്കും. അതേ കളർ അപ്പൊ ഇതല്ലേ പള്ളി? ഞങ്ങള് അങ്ങനെ ചർച്ചിലെത്തി. എന്തേ നമ്മളിപ്പോ ഇനി കറക്റ്റ് ടൈമിങ് കേട്ടോ, 12:30 എത്തി. എന്താ അത് ശരിയാ, പാർക്കിങ് ഇനി അത് നമ്മൾ തിരുവല്ലയിൽ നിക്കണോണ്ട്. നമ്മളിപ്പോ പള്ളിയിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ പാർക്കിംഗ് തെരഞ്ഞു നടക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഒരു കല്യാണത്തിന് പോയിണ്ടായിരുന്നു. അപ്പോൾ അവിടെ പള്ളിയിലുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ സ്റ്റേജിൻ്റെ അവിടെ പോയിട്ട് ഫോട്ടോ നിങ്ങൾ വേറെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കണ്ടു. ഇന്നിപ്പോൾ 12:30 കറക്റ്റ് സമയത്ത് പറഞ്ഞുകൊണ്ട് എനിക്കിന്ന് പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം നമ്മളൊന്ന് പോയി നോക്കാട്ടോ. നമ്മൾ പള്ളിയിലെത്തിയിരിക്കുകയാണ്. ബാക്കി പള്ളിയിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. സിജോണോ പാടിനേക്ക് കയറി നോക്കട്ടെ. ഓക്കെ, ബൈ. അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് പള്ളിയിൽ. ബാക്കി കാണും. അപ്പോൾ നമ്മുടെ ഗോവൻ സെലിബ്രിറ്റി നിഷാന വന്നിട്ടുണ്ട്. അൽതാഫ് ബ്രോ
ഗോവയിൽ വന്നോണ്ട്. അതെ, ഗോവൻ സെലിബ്രിറ്റി. അപ്പൊ ഇതാണ് പള്ളി, എൻഗേജ്മെന്റ് നടക്കുന്ന പള്ളി. നമ്മുടെ പള്ളി അടിപൊളി. കാര്യമായിട്ട് വ്ളോഗിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും എത്തിക്കൊള്ളപ്പെടുത്ത എല്ലാവരെയും ദൈവസമൃദ്ധമായ ഇപ്പോ ഇവൻ ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ച് സമ്മതമാണോ സമ്മതമല്ല എന്ന് പറയണത്. ഞങ്ങള് കണ്ടോണ്ടിരിക്കുന്നു കേട്ടോ. ചേച്ചി അടിപൊളിയുണ്ട് കേട്ടോ, സത്യം പറയാം. നല്ല കേരളത്തെ തനിമയിലുള്ള അടിപൊളിയുണ്ട്. ഞാൻ സായിയോട് പറയാനുണ്ട് ചേച്ചിനെ നല്ല ഭംഗിയാണെന്ന്. നന്ദന ഫാനാണ്, നന്ദനയുടെ ബിഗ് ഫാനാണ്. അവിടെ ഹേമ കമ്മിറ്റിയെ കുറിച്ച് അതെ, ഇവിടുന്ന് കരയർന്ന് വേഗ പോവും. എന്റെ വ്ളോഗില് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തല്ലി പിടിക്കും. ഇത് നിങ്ങളുടെ എങ്ങനെ നിങ്ങളുടെ ഭർത്താവിനെ കൊടുത്തില്ല, കയ്യിലുണ്ട്. രണ്ടുപേരും എന്നെ എൻഗേജ്ഡായി പുതിയൊരു കമ്മിറ്റ്മെന്റിലേക്ക് കടക്കാണ്. ഇവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശമായി നിലനിൽക്കട്ടെ. എവിടെ അളിയനോട് ആങ്ങളമാരുടെ അളിയനോട് എല്ലാ കാര്യങ്ങളിലും ഇനി നിങ്ങളുടെ സപ്പോർട്ട് കൂടാതെ അവർക്ക് മതിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും മാറി നിൽക്കരുത്. അവരോട് എത്രയും ചേർന്ന് നിൽക്കാമോ അത്രയും ചേർന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അവർ സ്വയം വീഞ്ഞു നുകരുന്നു. നമ്മുടെ സിജോന്റെ റൊമാൻസ് നമ്മൾ കാണുന്നു. സ്വാതന്ത്ര്യം ഞാൻ തരുന്നു എല്ലാവരുടെയും കയ്യിൽ.
അതായത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ കൂട്ടി നിൽക്കുന്നുണ്ട്. സിജോനെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ അതൊക്കെ സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സിജോനെ കുറിച്ച് നന്ദന കുറച്ചധികം സംസാരിക്കുകയായിരുന്നു. ഫോർ മീ ലൈക്ക് എന്താ പറയുക, ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സിജോനെ വിളിക്കാറുണ്ടായിരുന്നു, സംസാരിക്കുന്നത്. പക്ഷെ അതൊരു ഒഫീഷ്യൽസ് ആണ് ഇവിടെ, ഭയങ്കര ഒഫീഷ്യൽസ് ആണ് പറയുന്നത്. പക്ഷേ ബിഗ് ബോസ് ഹൗസിന് അകത്തുണ്ട് ഒരു ബ്രദർ എന്നുള്ളതിനേക്കാൾ മുമ്പ് സിജോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില ഫ്രണ്ട്സ് കാണുമല്ലോ, ഏത് ടൈമിൽ നമുക്ക് വിളിക്കാം, എന്തും സംസാരിക്കാം, ആ ഒരു കൈൻഡ് ഓഫ് വൈബാണ് എനിക്ക് സിജോനെ ഉള്ളത്. സോ അതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിഗ് ബോസിന് ആദ്യം കിട്ടിയ റിലേഷൻഷിപ്പ് നല്ല പോക്കും കാര്യങ്ങളുമാണ്. സിജോ സ്പെഷ്യൽ, നല്ല സ്പെഷ്യൽ. സോ ഞങ്ങളുടെ ക്രിഞ്ച് സാധനങ്ങൾ ഞങ്ങളുടെ ക്രിഞ്ച് പോയിട്ട് വിളിച്ച് ലീവിന് എന്താ പറയുന്നത്, എന്റെ കാര്യം പൊളിക്കൊന്നു ലീവിന് എന്താ പറയുന്നത്. പിന്നീട് എങ്ങനെയാണെന്നറിയില്ല, ടെസ്റ്റിലായിരുന്നു. പിന്നെ ഒരു ചേട്ടൻ ഇറങ്ങി എന്താ പറയാ, എല്ലാം എന്ത് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് സായിച്ചേട്ടനെ സായിച്ചേട്ടനോട് ഞാൻ കാര്യം പറഞ്ഞത് സായിച്ചേട്ടൻ സിജോചേട്ടനെ പിടിച്ച് നടത്തുന്നത് നാളെ സിജോചേട്ടൻ. പക്ഷെ പ്രതീക്ഷിച്ചായിരുന്നു സിജോചേട്ടൻ വരുന്നു. പക്ഷെ സിജോചേട്ടൻ രണ്ടാമത്തെ വില വന്നു. ഞങ്ങൾക്ക് മനസ്സിലായി സിജോചേട്ടൻ തന്നെയാണ് പിന്നത്. കാരണം ഞാൻ സായിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി സിജോചേട്ടൻ പിന്നത് ബിഗ് ബോസിൽ. ഞാനും പറയാല്ല, ഹാപ്പി എൻഗേജ്മെന്റ്. Thank you so much, Nandana and Sai. ഫോട്ടോ സെഷന്റെ ടൈമാണ്. എല്ലാവരും സ്വന്തം പെട്ടെന്ന് തന്നെ കലാവിഷയം നിൽക്കുകയാണെങ്കിൽ സ്റ്റേജിൽ നല്ല ചൂടുണ്ട്. ചൂടിൽ നിന്ന് നിങ്ങൾക്ക് വേഗം തന്നെ പുറത്തിറങ്ങാൻ പറ്റും. പെട്ടെന്ന് തന്നെ നിന്നോളൂ. ഇനി ആരെങ്കിലും ബിഗ് ബോസിലുള്ളവർ പുറത്ത് വേദിയിലേക്ക് എത്തിച്ചേരാത്തവർക്ക് Hൃദയ
ഓക്കെ ഫുഡ് കഴിച്ച് ഫുഡ് കഴിക്കണേ. അപ്പോൾ നമ്മൾ ടാറ്റ പപ്പയടാ മക്കളെ, ടാറ്റ. ഞാൻ പോവാം, ഞാനില്ല പോകണം. ഞാന് മലപ്പുറത്ത്. അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും ലീനു, എന്റെ എല്ലാവിധ ആശംസകളും. അങ്ങനെ എന്റെ വ്ളോഗും തീരുമാനമായിരിക്കുന്നതാണ്. സിബിന്റെയും നന്ദനയുടെയും നല്ല അടിപൊളി നൃത്ത കലാരൂപം ഇൻസ്റ്റാഗ്രാമിലുണ്ടോ. സിബിൻ സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. നന്ദന അതിനേക്കാളും മികച്ച രീതിയിൽ കളിച്ചു എന്ന് ഞാൻ പറയുമെന്ന് വിചാരിക്കണ്ട. അപ്പൊ ഞങ്ങളെ സായിനെ ഞാൻ തിരുവനന്തപുരത്തേക്ക് കയറ്റി വിടുകയാണ്. ഞാൻ മലപ്പുറത്തേക്ക് പോകണം. അപ്പൊ ടാറ്റ.